സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ ഫിറോസ് അലി. കുട്ടികളെല്ലാവരും നല്ലവരാണ്. സാഹചര്യങ്ങളും നോട്ടക്കുറവുകളുമാണ് അവരെ മോശക്കാരാക്കുന്നത്. ദുശ്ശീലങ്ങൾ തുടരെ കാട്ടുമ്പോൾ അച്ഛനമ്മമാരുടെ ക്ഷമ നശിക്കും. അവർ ശാസിക്കും, തല്ലും. എന്നാൽ ഇതുകൊണ്ടൊന്നും വലിയ ഗുണമുണ്ടാകില്ല. കുട്ടികൾ കാട്ടുന്ന ശീലക്കേടുകളിൽ അധികവും അവർ മറ്റുള്ളവരിൽ നിന്ന് കണ്ടു പഠിക്കുന്നതാണ്. ഉച്ചത്തിലുള്ള ആജ്ഞ അവർ പേടിച്ച് അനുസരിച്ചേക്കാം. അനുസരണക്കേട് ചെറുപ്രായത്തിലെ അനുവദിച്ചുകൂടാ. പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് സമചിത്തതയോടെ ചോദ്യം ചെയ്യണം. കുറ്റപ്പെടുത്തിയിട്ടും ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല. കുട്ടി അനുസരിക്കാൻ സാധ്യതയില്ലാത്ത പ്രവൃത്തികൾ ചെയ്യാൻ പറയരുത്. ഈ വീണ്ടുവിചാരം പ്രധാനമാണ്. ഇത്തരം കുഴപ്പങ്ങൾ കാട്ടുന്ന കുട്ടിക്ക് ശിക്ഷയല്ല, ശിക്ഷണമാണ് വേണ്ടത്. ശകാരവും ശിക്ഷയും കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല. നല്ല ശീലങ്ങൾ കാണുമ്പോൾ കുട്ടിയെ അഭിനന്ദിക്കണം. ദുശ്ശീലങ്ങൾ ഓരോന്നിൻ്റെയും കുഴപ്പങ്ങളും ഒഴിവാക്കുവാനുള്ള മാർഗങ്ങളും ആവർത്തിച്ചാലുള്ള പ്രശ്നങ്ങളും പ്രാധാന്യത്തോടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. പറഞ്ഞിട്ടും കൂട്ടാക്കുന്നില്ല എങ്കിൽ ചെറിയ ശിക്ഷകൾ നൽകാം. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം താൽക്കാലികമായി അനുവദിക്കാതിരിക്കലാണ് നല്ല ശിക്ഷ. സ്ഥിരമായി കുട്ടികളെ ശകാരിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ദോഷമായി തീരും. കുറ്റപ്പെടുത്തുമ്പോൾ പോലും കുട്ടിയെയല്ല, അവൻ ചെയ്ത തെറ്റായ പ്രവൃത്തിയെയാണ് വിമർശിക്കേണ്ടത്. കുട്ടികളുടെ അംഗീകാരം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അവരെ ശാപവാക്കുകൾ പറയരുത്. ഓർക്കണം, ഉള്ള ശീലങ്ങൾ മാറ്റാൻ കുട്ടികൾക്ക് എളുപ്പം കഴിഞ്ഞെന്നു വരില്ല. ക്ഷമയോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ മാറ്റിയെടുക്കുന്നതാണ് ബുദ്ധി. വളരെ ചെറിയ പ്രായത്തിലെ അനുസരണശീലം കുട്ടികളിൽ ഉണ്ടാവണം. ഇതിൽ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അനുസരണയില്ലായ്മ കൊണ്ടുള്ള ദോഷഫലങ്ങൾ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. കുട്ടിക്കാലത്തു തന്നെ പരിശീലിപ്പിക്കേണ്ട ഒന്നാണ് പറയുന്നത് അനുസരിക്കൽ. ഏതെങ്കിലും ചെറിയ സാധനം അടുത്ത മുറിയിൽ നിന്ന് എടുത്തു കൊണ്ടുവരാൻ അമ്മ പറയുന്നു. ഇത് കേൾക്കുന്ന കുട്ടി ഉടനെ അത് എടുത്തു കൊണ്ടുവരാം. ചിലരാണെങ്കിൽ ഒന്നുകൂടി പറയട്ടെ, അപ്പോൾ എടുക്കാം എന്ന്. മറ്റു ചിലരാകട്ടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ മറ്റു പണികൾ ചെയ്യും. പറഞ്ഞ ജോലി ചെയ്യാതിരിക്കുമ്പോൾ കുട്ടിയല്ലേ എന്ന് കരുതി അവഗണിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പറഞ്ഞത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് കുട്ടി ധരിക്കും. ഇത് പലതവണ ആകുമ്പോൾ അനുസരണ ഇല്ലാതാകും. പറയുന്നത് അപ്രകാരം ചെയ്തില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുകയും നിർബന്ധമായി ചെയ്യിക്കുകയും വേണം. ദേഷ്യപ്പെടാതെ നിശ്ചയദാർഢ്യത്തോടെയും സ്നേഹത്തോടെയുമാണ് അനുസരിപ്പിക്കേണ്ടത്. എനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന ബോധം കുട്ടിയിലുണ്ടാക്കണം. മുതിർന്ന കുട്ടികൾ, പ്രത്യേകിച്ചും കൗമാരക്കാർ, അനുസരിക്കാൻ മടിക്കും. ഈ പ്രായത്തിൽ ആരംഭിച്ചാൽ വിജയിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് അനുസരണശീലത്തിൻ്റെ പരിശീലനം ശൈശവത്തിലേ തുടങ്ങണം. കുട്ടികളുടെ മനസ്സിലെ വിഷമങ്ങൾ, അനിഷ്ടങ്ങൾ, വ്യാകുലതകൾ, ഭയം എന്നിവയെല്ലാം അനുസരണക്കേടിനും നിഷേധഭാവത്തിനും കാരണമാകും. 7 വയസ്സുവരെ നിങ്ങൾ മക്കളോടൊപ്പം കളിക്കുക. അടുത്ത 7 വർഷം അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുക. അടുത്ത 7 വർഷം അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാവുക. കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസക്തമായ അധ്യാപനമാണിത്. എനിക്ക് ഒരമ്മയോ അച്ഛനോ വേണമെന്ന് ഒരു കുട്ടിയും തീരുമാനിച്ചിട്ടില്ല. എനിക്കൊരു കുട്ടി വേണമെന്ന് നമ്മളാണ് തീരുമാനിച്ചത്. അതിനാൽ ഉത്തരവാദിത്തവും നമുക്കാണ്. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ ഫിറോസ് അലി.